ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ഇങ്ങനെ റെഗുലറായിട്ടൊന്നും വീഡിയോ ഇടാത്തത്, പിന്നെ വീഡിയോ ഇങ്ങനെ ഇപ്പോൾ ഇട്ടു പിന്നെ കുറേ നാൾ കഴിയുമ്പം വീഡിയോ ഇടുക, ഇങ്ങനെയൊക്കെ എന്താണെന്ന് എന്നോട് ചോദിക്കാറൊക്കെ ഉണ്ട് കാണുമ്പോഴൊക്കെ. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ നിന്നത് ഒരു ഒറ്റമുറി വീട്ടിലായിരുന്നു. ഒറ്റമുറി വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡായിരുന്നു. നമ്മൾ പറയുന്ന പൈസയും കൊടുത്തൊക്കെ നിന്ന് ഒരു ഷെഡ് പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിന്നത്. സൗകര്യം ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു നാട്ടിൽ നിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു സൗകര്യത്തിനുള്ള വീട് എടുത്തത്. അപ്പം നമുക്ക് പിന്നെ അവിടുത്തെ ഓണറുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോയപ്പോൾ നമ്മൾ വീട് ഒഴിവായിട്ടോ. ആ വീട്ടിലേക്ക് തന്നെ നമ്മൾ വന്നിട്ട് ഒരു മാസം ആയില്ല, അതിന് മുന്നേ നമ്മൾ ആ വീട് മാറി. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു വീടാണ് നമ്മൾ എടുത്തേക്കുന്നത്, കുറച്ചുകൂടി ടൗണിലായിട്ട്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും, എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം വെക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടിയപ്പം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാം കുറച്ച് ചട്ടിയിലൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ റോസ ചെടികളുണ്ട്, പിന്നെ ബോൾസത്തിൻ്റെ ഉണ്ട്, സ്പൈഡർ പ്ലാന്റ് 3 വെറൈറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചെടികൾ എല്ലാം ഒന്ന് പിടിച്ച് വരുന്ന സമയമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കോയിൻ പ്ലാന്റ്, അല്ലെങ്കിൽ ഈ പെന്നി ബേർഡ് എന്ന് പറയുന്നത്. അത് ഞാൻ മണ്ണിൽ നട്ടതാണ്, നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. വേറെ 2 കൂടി ഉണ്ട്, വേറെ രീതിയിൽ 3 ടൈപ്പായിട്ട് ഞാനത് നട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ കിട്ടുന്ന ഐസ്ക്രീം ബോട്ടിലുകൾ, പഴയ പാട്ടകൾ, ഇതിലൊക്കെ ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട്. ഇതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വേറെ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സൈഡിൽ ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ചെടികൾ. ഇനി മറ്റേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അലോവേര ഉണ്ട്, കലാഞ്ചി ഉണ്ട്, പിന്നെ സ്പൈഡർ പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, റോസ, അങ്ങനെ കുറച്ച് ചെടികൾ കേട്ടോ. ഒരുപാട് ചെടികളില്ലെങ്കിലും കുറച്ച് ചെടികൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കാണെങ്കിൽ നമുക്കിത് നല്ല നേരം പോക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരത്തെ കണ്ട നമ്മൾ ആ ഒരു ചെടി ഉണ്ടല്ലോ, ആ ചെടീൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇത് കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പാണ്. ഇതിലും എന്തോ ഒരു പൂവുണ്ടാകുന്ന ടൈപ്പാണെന്നാണ്. പിന്നെ ഇതാണ് നീലക്കൊടുവേലി, അതിൻ്റെ 2 കമ്പ് കിട്ടിയപ്പോൾ ഞാൻ നട്ടു വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്, 2 ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്ന് നോർമൽ ടൈപ്പുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, കുറച്ച് ഒരുപാടില്ലെങ്കിലും അത് നന്നായിട്ട് കെയർ ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ വീടുകളിങ്ങനെ മാറുമ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ നട്ടിട്ടില്ല, കുറച്ചൊക്കെ കേട്ടോ. അപ്പം വീടുകൾ മാറുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഇതും ഇങ്ങനെ മാറ്റുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഹസ്ബൻഡ് നല്ലോണം എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെടികളൊക്കെ വലിയ ഡാമേജൊന്നും ഇല്ലാതെ വീട് മാറിയപ്പോൾ അതേപോലെ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റി. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെടിക്കാഴ്ചകൾ കേട്ടോ. രാവിലെ എന്നും വന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കി അതിനെ ഒന്ന് കെയർ ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ ഒരു ദിവസത്തെ പണികളൊക്കെ തുടങ്ങണേ. ഇനി നമുക്ക് ഇതൊരു ഹോം ടൂർ കൂടിയാണ് കേട്ടോ. ഇപ്പം നമ്മളെടുത്ത വീട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ കയറി വരുമ്പോൾ ഉള്ളൊരു ഭാഗമാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്, പിന്നെ ഈശോയുടെ ഫോട്ടോ, പിന്നെ എന്താ പറയുക, ബൈബിള് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ചെടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ്, അത് ഞാനവിടെ വെച്ചിട്ടുണ്ട്. മോൺസ്റ്റർ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നേരത്തെ കണ്ട ആ പെന്നി ബേർഡ് ഉണ്ടല്ലോ, അത് വാട്ടർ പ്ലാന്റ് പോലെ ഞാൻ നട്ടതാണ്. പിന്നെ ഇവിടെ ജനലിലൊക്കെ ആയിട്ട് കുറച്ച് എൻ്റെ ചെടികൾ, കുപ്പിയിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ ഷൈൻ്റെ ബോട്ടിൽ ഞാൻ ടേർട്ടിൽ വൈൻ നട്ടതാണ്. പിന്നെ നമ്മുടെ സീസറിൻ്റെ ബോട്ടിൽ ചെറിയൊരു പോത്തോസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അധികം സാധനങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം കുരിശ് വരയ്ക്കാനും പ്രാർത്ഥിക്കാനൊക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം ഇവിടെ കുറച്ച് ചെടികൾ മാത്രം വെച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുരിശ് വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഹാളിലേക്ക് പോയാൽ ഹാളിൽ ആണ് നമ്മൾ ടേബിള്, TV, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കില്ല കേട്ടോ. നമ്മൾ ഈ വീട് മാറുന്നതുകൊണ്ട് ഒരുപാട് സോഫ കാര്യങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ടേബിളുണ്ട്, പിന്നെ കസേരകൾ, പിന്നെ സൈഡിലായിട്ട് TV വെച്ചിട്ടുണ്ട്. TV കുറച്ച് ഹൈറ്റിലായി പോയിട്ടോ, കുറച്ചുകൂടി താഴേക്ക് വെക്കണം. പിന്നെ ഫുള്ള് കംപ്ലീറ്റ് റൂഫ് ചെയ്തതാണ്.
പിന്നെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഒരു ഫോട്ടോ ആണ്. പിന്നെ ടേബിളിലായിട്ട് ചെറിയൊരു ജഗ്ഗിൽ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് പിടിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ ഹാളിൽ തന്നെയായിട്ട് ബാത്റൂമുണ്ട്, കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. പിന്നെ നമ്മൾ ഇതിനു മുന്നേ ഈ ബംഗാളികളൊക്കെയാണ് താമസിച്ചത് കേട്ടോ, അപ്പോൾ ആ നിലത്ത് ഇങ്ങനെ കുറച്ച് കറകളൊക്കെ ഉണ്ട്, അത് അങ്ങനെ പോകുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ ചുമരിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂം കാണാം കേട്ടോ. 2 റൂമാണ്, അതിലൊരു റൂം കുറച്ച് വലിയതാണ്. ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്, വലിയ ഫാമിലി ബെഡ്. പിന്നെ ഒരു അലമാര വെച്ചിട്ടുണ്ട്, ഇവിടെ മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന അലമാരയാണ്. തൊട്ടടുത്തായിട്ട് കൂളർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം കൂളർ ഞങ്ങൾ യൂസ് ചെയ്തിട്ടേ ഇല്ല, കാരണം ഇവിടുത്തെ നല്ല കാലാവസ്ഥയാണല്ലോ. പിന്നെ ചൂട് അധികം കൂടുകയാണെങ്കിൽ ഫാന് ചെറിയ സ്പീഡിൽ ഫാൻ ഇടും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഫാന്. പിന്നെ അലമാര വെച്ചിട്ടുണ്ട്, അലമാരയിൽ നമ്മൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഗ്ലാസ്സിൽ കല്ലുപ്പും പിന്നെ അരിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലേക്ക് കയറി വന്നപ്പം ഈ കല്ലുപ്പും അരിയും പിന്നെ നാണയങ്ങളും പിന്നെ ബൈബിള് മെഴുകുതിരിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. അപ്പോൾ അതവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ 2ാമത്തെ മുറിയാണ് ഈ കാണുന്നത്, ചെറിയൊരു മുറിയാണ് കേട്ടോ, അത്യാവശ്യം സ്പേസൊക്കെ കുറവാണ്, ചെറിയ റൂമാണ്. പിന്നെ അവിടെ ടേബിളിൽ നമ്മൾ കുറച്ച് പിന്നെ ബെഡ്ഷീറ്റും നമ്മുടെ ബ്ലാങ്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എല്ലാം മടക്കി അലമാരയിൽ വെക്കാനുണ്ട് കേട്ടോ. അലമാരയിലിപ്പോൾ ഡ്രസ്സുകളൊന്നും അധികം നമ്മൾ മടക്കി വൃത്തിയാക്കി വെക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇനി അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ബ്ലാങ്കറ്റൊക്കെ കയറ്റാൻ. പിന്നെ ഇവിടെ ഒരു കട്ടിലിടണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മേലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുക്കളയിലേക്ക് പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ വിശാലമായ അടുക്കള. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. ഇവിടെ അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ബക്കറ്റ്. ഇതാണ് സ്റ്റോർ റൂം കേട്ടോ. ഒരുപാട് പാത്രങ്ങളോ അങ്ങനെയൊന്നും ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളും പാത്രങ്ങളൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇനി കുറച്ചും കൂടി വാങ്ങണം. പിന്നെ ഇതാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, എന്താണ് ബൊക്കാഷി ബക്കറ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ കൂടിയത് ചേട്ടയാണ്. അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്ത സമയത്തായിരുന്നു, അത് ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേസ്റ്റൊക്കെ ഒന്ന് ഇടാൻ പഠിക്കണം. ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ. നല്ല സ്പേസുള്ള ഒരു അടുക്കളയാണ്. അപ്പോൾ ഈ അടുക്കളയിലും എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു സ്റ്റീഫൻ ഷൈൻ്റെ ബോട്ടിലിൽ ഞാൻ ടേർട്ടിൽ വൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മുടെ ക്രിസ്മസ് കാക്ടസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ചെറിയ ക്ലിപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫേൺ ഉണ്ട്, പിന്നെ എൻജോയ് പോത്തോസ് ഉണ്ട്. പിന്നെ നമ്മൾ വേറെ രീതിയിൽ വെച്ച പെന്നി വേർട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് മണ്ണിൽ വെച്ചതും പിന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചതും പിന്നെ വെള്ളത്തിലായിട്ട് വെച്ചത് കേട്ടോ. ഈ 2 എണ്ണത്തിനേക്കാളും ഹെൽത്തി ആയിട്ട് കാണുന്നത് മണ്ണിൽ വെച്ചതാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പാത്രമൊക്കെ വെക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ഗ്ലാസും കാര്യങ്ങളും കലമൊക്കെ വെക്കുന്ന സ്ഥലം. ഈ ഒരു ഷെൽഫിൽ നമ്മൾ പൊടികളും കാര്യങ്ങളും പിന്നെ അച്ചാർ അങ്ങനത്തെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ രാവിലെ എണീറ്റ് എൻ്റെ പണികളൊക്കെ തീർന്നത് കൊണ്ട് ചോറായി, പിന്നെ കടലക്കറി ഉണ്ട്, പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ ദോശമാവുണ്ട്. അങ്ങനെ എല്ലാം ഇന്നത്തേക്കുള്ളതെല്ലാം ആയിട്ടോ. പിന്നെ അവിടെ അടുപ്പാണ്, അവിടെ നമുക്ക് അത്യാവശ്യം വെള്ളം കുളിക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ ആക്കാം. ഈ അടുക്കളയിൽ തന്നെയായിട്ട് എനിക്ക് കുറച്ച് നിയോൺ പോത്തോസ് ഉണ്ട്, CC പ്ലാന്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ചെടികൾ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുക്കളയിലായിട്ട് നമ്മൾ പിന്നെ ഈ ഗൂഡല്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കൊട്ടയാണ് അവിടെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, മുട്ടയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മേലത്തെ ഒരു ഷെൽഫിലായിട്ട് വേണ്ടാത്ത നമ്മൾ ഉപയോഗിക്കാത്ത കാർഡ്ബോർഡ് ബോക്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ വർക്ക് ഏരിയ ആണ്. അവിടെ ചാക്കുകളിൽ നമ്മുടെ ചകിരികൾ, കത്തിക്കാനുള്ള ചകിരികൾ, ചിരട്ടകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് തുണി വിരിച്ചിടാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പം അതിന് മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, ഒരു സൗകര്യം ഇല്ലായിരുന്നു ആ വീടിന്. പക്ഷേ നമ്മൾ പറയുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം മോട്ടർ അടിക്കുന്നതിനും നമ്മൾ വേറെ സെപ്പറേറ്റ് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പൈസ കൊടുത്ത് വെള്ളം അടിച്ചിട്ട് ആ വെള്ളം തന്നെ അവർ ദിവസവും വന്ന് അവരെ പച്ചക്കറികൾക്കും പിന്നെ എന്താ പറയുക അവർ കപ്പയ്ക്കും എല്ലാം അവർ നനയ്ക്കുമായിരുന്നു കേട്ടോ. അവർ പറയുന്ന പൈസ നമ്മൾ കൊടുത്തിട്ട് നിന്നു, എന്നിട്ടും അവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇനി ഇതാണ് പുറത്ത് ഒരു ബാത്റൂം. പിന്നെ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഓണർ ഒരു ദിവസം വന്ന് ഇവിടെ ഇതൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ആൾക്കാരാണ്. പിന്നെ ഇവിടെ ഒരു മുറ്റത്ത് ഒരു മാവുണ്ട്, അത്യാവശ്യം നല്ല വലിയ സൈസ് മാങ്ങകളാണ് കേട്ടോ. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ കാറൊക്കെ നിർത്തിയിട്ടേക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് എൻ്റെ അന്നത്തെ ഓർക്കിഡ് പ്ലാന്റ് കേട്ടോ. അപ്പോൾ വേരുകളും ഇലകളൊക്കെ പിടിച്ചു തുടങ്ങി. പിന്നെ അവിടെ ഞാൻ നട്ട എൻ്റെ പയർ ചെടികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പിടിച്ച് സെറ്റായി വരുന്നുണ്ട്. പിന്നെ മുറ്റാകെ പുല്ല് പിടിച്ച് ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പുല്ല് പറിക്കാതെ മരുന്നടിച്ച് എല്ലാം കരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.